കഴിഞ്ഞ ദിവസം കുറേ മനുഷ്യരെ സഹായിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിന് കിടക്കാനൊരു കൂര നൽകിയ താക്കോൽദാന ചടങ്ങ്. കുറേ മനുഷ്യർക്ക് കുറേ വർഷങ്ങളായി ഒരു പരിപാടിയുടെ പേരിട്ട് വീടുകളിൽ ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്ന 8 വർഷത്തോളം പിന്നിട്ട ഒരു സേവന പരിപാടി. ആ വേദിയിൽ വെച്ച് എൻ്റെ സുഹൃത്ത് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ സൗഹൃദത്തിൻ്റെ മലീമ സ്വഭാവങ്ങളിൽ അങ്ങനെ വിളിക്കുന്നതിനേക്കാൾ ഞാനായി തന്നെ ചിലപ്പോൾ എന്നെക്കാളും ഞാൻ സ്നേഹിക്കുന്ന ഫിറോസ് ആ വേദിയിൽ പറഞ്ഞ ചില വാക്കുകൾ, അത് സത്യത്തിൽ ഒരു പ്രഭാഷകനല്ലാത്ത, ഒരു ആലങ്കാരികമായി സംസാരിക്കാനുള്ള പദപ്രയോഗങ്ങളോ ഭാഷയോ ഒന്നും കയ്യിലില്ലാത്ത, മനസ്സ് നിറയെ നന്മയും സ്നേഹവും ഇഷ്ടവുമുള്ള അവൻ പറഞ്ഞ വാക്കുകളിൽ നിന്നാണ് ഇന്നത്തെ ഇത് തുടങ്ങേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ കാർക്കശ്യഭാവങ്ങളിൽ നമ്മൾ സംസാരിക്കാറുള്ള വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായി അത്തരമൊരു വികാരത്തിലല്ല നിങ്ങളുമായി ഈ വിഷയം പങ്കുവെക്കുന്നത് എന്ന് ആമുഖമായി സൂചിപ്പിക്കട്ടെ. ആ വാക്കുകൾ കേൾക്കാം. എൻ്റെ വീട്ടിൽ ഉച്ചയ്ക്ക് ഞാനും എൻ്റെ പിതാവും എൻ്റെ മാതാവും എൻ്റെ അനിയന്മാരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാറ്. 1 മണിക്കൂർ ഇരുന്ന് കഴിക്കും. തർക്കങ്ങൾ പറയും, വാഗ്വാദം നടത്തും, കളിയാക്കും, തമാശകൾ പറയും, എല്ലാം ചെയ്യും. കൊല്ലങ്ങളായിട്ടുള്ള ഒരു ശീലമാണത്. പലപ്പോഴും എൻ്റെ ചങ്ക് അനിൽ മുഹമ്മദും ഞങ്ങളുടെ ആ ഓളത്തിൽ പങ്കെടുക്കാൻ വരുമായിരുന്നു. അനിൽ വരുമ്പോഴൊക്കെ തർക്കങ്ങളിലും കളിയാക്കലുകളിലും എല്ലാം അനിലിൻ്റെ പിതാവിൻ്റെ ഭാഗത്തു നിന്നാണ് സംസാരിക്കാറ്, ഞങ്ങൾ എതിർഭാഗത്തു നിന്നും. ഞാനിപ്പോൾ തിരിച്ചറിയുന്നു, എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഡംബര നിമിഷങ്ങളെല്ലാം എനിക്കൊരിക്കലും തിരിച്ചു പിടിക്കാനാവാത്ത രീതിയിൽ എൻ്റെ കയ്യിൽ നിന്ന് അകന്നു പോയിന്ന്. ഒരിക്കലും നീ എത്ര നേടിയാലും ആ ആഡംബരങ്ങളെനിക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല. എൻ്റെ പിതാവിൻ്റെ കയ്യിൽ കൂടിയാണ് ഞാൻ എല്ലാം നേടിയത്. വസ്തുക്കളാണെങ്കിലും കാറുകൾ വാങ്ങുകയാണെങ്കിലും ഓഫീസുകൾ തുറക്കുകയാണെങ്കിലും എൻ്റെ പിതാവിൻ്റെ കയ്യിൽ കൂടിയാണ് ഞാൻ അതെല്ലാം സ്വീകരിച്ചത്. എൻ്റെ പിതാവ്, അദ്ദേഹം എല്ലാ സന്തോഷങ്ങളും ആഘോഷമാക്കുമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ എല്ലാ സന്തോഷങ്ങളും അദ്ദേഹം ആറുമാദിക്കുമായിരുന്നു. ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നത്, അദ്ദേഹം എൻ്റെ സന്തോഷങ്ങൾ ആഘോഷമാക്കിയതായിരുന്നു എനിക്കുള്ള സന്തോഷം. ആ സന്തോഷങ്ങൾ ആയിരുന്നു എൻ്റെ എല്ലാ ആഡംബരങ്ങളും. ജീവിതത്തിൻ്റെ ആഡംബരങ്ങൾ എന്താണെന്ന് ഏറ്റവും സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും സ്വന്തം മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ഒരു മകൻ്റെ വാക്കുകളാണിത്. അതെ, അവൻ പറഞ്ഞതുപോലെ ആ സംഭാഷണങ്ങളിലും ചർച്ചകളിലും ഒരുമിച്ചുള്ള നിമിഷങ്ങളിലുമെല്ലാം ഞാൻ ആ പിതാവിനോടൊപ്പമാണ്, ആ വാപ്പച്ചയോടൊപ്പമാണ് ഞാൻ നിന്നിട്ടുള്ളത്. അതായിരുന്നു എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ ഒപ്പം നിന്ന് പറയുമ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു സന്തോഷവും ആ നിമിഷങ്ങളുമൊക്കെ ഇന്നും എൻ്റെ ഹൃദയത്തിലുണ്ട്. ഇപ്പോൾ ആ പിതാവ് നഷ്ടപ്പെട്ട ഉമ്മ എൻ്റെ ഉമ്മയെപ്പോലെ തന്നെ ഞാൻ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഉമ്മയാണ്. എൻ്റെ ഉമ്മയ്ക്ക് 85 വയസ്സുണ്ട്. എൻ്റെ വാപ്പ 9 വർഷങ്ങൾക്ക് മുമ്പ് യാത്രയായി. അതിനു മുമ്പ് ഏതാണ്ട് ഒരു 5-6 വർഷക്കാലത്തോളം മറവി രോഗത്തിൻ്റെ പിടിയിലായിരുന്നു. പലപ്പോഴും ഫിറോസ് അവൻ്റെ വാപ്പയുടെ സന്തോഷം അനുഭവിക്കുന്നത് കാണുമ്പോൾ ഉള്ളിലൊരു വേദന പോലെ എനിക്ക് തോന്നാറുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ മാറ്റങ്ങളുടെ ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഞാനൊരു പ്രസക്തനാവുന്ന സന്ദർഭത്തിൽ ഈ സന്തോഷങ്ങളൊന്നും ഓർമ്മയോടെ അനുഭവിക്കാൻ എൻ്റെ വാപ്പയെ കിട്ടിയില്ല. പിന്നീട് വാപ്പ എന്നേക്കുമായി മറഞ്ഞുപോയി. ആ നഷ്ടത്തിൻ്റെ വേദന അത് ഹൃദയത്തിലുള്ളതുകൊണ്ട് പിന്നെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും എല്ലാ സ്വാഭാവികതയോടെയും എൻ്റെ ഉമ്മയോടൊപ്പമാണ് ഞാൻ സന്തോഷം കണ്ടെത്തിയത്. അവരാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആഡംബരം. അവരാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അലങ്കാരം. അവരാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സ്നേഹം, ഇഷ്ടം.
നമ്മൾ ജീവിക്കുന്നതിൻ്റെ കാരണം പോലും അവരാണ് എന്ന് പറഞ്ഞാൽ യാതൊരു സംശയവുമില്ല. അവരുടെ പ്രായം അന്വേഷിക്കും ചിലർ. ഇത്രയും നാളൊക്കെ ജീവിച്ചല്ലോ എന്ന് പറയും. അത്രയും നാളൊന്നുമല്ല, ഒത്തിരി നാൾ, ഒത്തിരി നാൾ അവരെ എന്നും അങ്ങനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ എൻ്റെ ഉമ്മയ്ക്ക് വയ്യാഴികയുണ്ട്, പ്രയാസമുണ്ട്. എൻ്റെ വാക്കുകളുടെ ആ ഭാഷ്യവും ശൈലിയും ഒക്കെയും ഉമ്മയിൽ നിന്നാണ് എനിക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഉപ്പ അധികം സംസാരിക്കുന്ന ആളായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ആ ഊർജ്ജസ്വലതയൊക്കെ നഷ്ടപ്പെട്ട് ഉമ്മ ഇങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ പറയുമ്പോൾ സത്യത്തിൽ ഹൃദയം നൊന്ത് വല്ലാതെ വേദനിക്കാറുണ്ട്. ഈ അടുത്ത സമയത്ത് സലാലയിലേക്ക് പോയപ്പോൾ അവിടെ കിട്ടിയ സ്നേഹവും സന്തോഷവും ഒക്കെ ഒത്തിരി വലുതായിരുന്നു. പക്ഷേ അതിൻ്റെ ഓരോ നിമിഷങ്ങളിലും എൻ്റെ ഉമ്മ അനുഭവിക്കുന്ന വേദനയായിരുന്നു മനസ്സ് നിറയെ. പലപ്പോഴും പല വേദികളിലും വളരെ ഗംഭീരമായി അല്ലെങ്കിൽ വളരെ നല്ല വികാരത്തോടെ സംസാരിക്കുമ്പോഴെല്ലാം ഇടയ്ക്കെപ്പോഴൊക്കെയോ ഉമ്മയുടെ ചിന്തകൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്, സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്നോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾക്കൊക്കെ മനസ്സിലായിട്ടുമുണ്ടായിരുന്നു എന്നതാണ് ഞാൻ പിന്നീട് അറിഞ്ഞത്. അവിടെ നിൽക്കുമ്പോൾ ഞാൻ എവിടെയോ ആണെന്നും എന്നെ ആരോ പിടിച്ചുകൊണ്ടുപോയെന്നും എനിക്കിപ്പോൾ കാണണമെന്നും വാശി പിടിക്കുന്ന ഒരു ഉമ്മയിൽ എന്നോ ബാല്യത്തിൽ അതേ ഇഷ്ടത്തോടെ ഒരു കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ സ്നേഹിച്ച അതേ വികാരത്തോടെ ശാഠ്യം പിടിക്കുന്ന ഉമ്മയുടെ വാശി ഇവിടെ നിന്ന് എൻ്റെ സഹോദരങ്ങളും ഭാര്യയുമൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്ന് വരും, എപ്പോൾ വരും, ഉമ്മ കഴിക്കുന്നില്ല, ഉമ്മ പുറത്തേക്ക് നോക്കി നിന്നെ കാത്തിരിക്കുന്നു, രാത്രിയിൽ ഉറങ്ങില്ല എന്നൊക്കെ പറയുമ്പോൾ അടുത്തെവിടെയെങ്കിലും ആണെങ്കിൽ ഓടിയെത്താൻ വല്ലാതെ കൊതിച്ചിരുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന ഭയം ഒരു വേട്ടയാടൽ പോലെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. തിരികെ ഞാനെത്തുമ്പോൾ എന്നെ കാത്തിരിക്കുന്ന ഉമ്മയും ഞാനങ്ങോട്ട് ചേർത്ത് പിടിക്കുമ്പോൾ ആ ചിരിക്കുന്ന ചിരിയും സന്തോഷത്തോളവും ഈ പ്രകൃതിയിലെ ഒരു സന്തോഷവും ഒരു നിമിഷവും അത്രമേൽ ധന്യമല്ല എന്ന് വിശ്വസിക്കാനാണ്, അനുഭവിക്കാനാണ്, അറിയാനാണ് എനിക്കിഷ്ടം. ഇത് എൻ്റെ മാത്രം കാര്യമല്ല. ഉമ്മയെ സ്നേഹിക്കുന്ന, ഉമ്മമാരാൽ സ്നേഹിക്കപ്പെടുന്ന മക്കൾ എത്രയോ ധന്യരാണ്. ഫിറോസ് പറഞ്ഞതുപോലെ നേടുന്ന സമ്പത്തിനേക്കാൾ സ്വന്തമാക്കുന്ന വാഹനത്തെക്കാളൊക്കെ അത് അവസാന നിമിഷം വരെ ആസ്വാദ്യതയോടെ അനുഭവിക്കാൻ എത്ര നാൾ കിട്ടുമോ അത്രയും ലഭിക്കുന്നവരാണ് ഏറ്റവും ഭാഗ്യമുള്ളവർ. ഞാനിത് പറഞ്ഞത് ഇന്നലെ ഒരു മകൻ ഉമ്മയുടെ നെഞ്ചകം വെട്ടിപ്പുളർന്നു എന്ന വാർത്ത അത് അത്രമേൽ ആഴത്തിൽ ഹൃദയത്തെ വേദനിപ്പിച്ചു. ആ ഖബർസ്ഥാൻ ഇന്ന് പൊട്ടിക്കരയുന്നുണ്ടാവും, അതിൻ്റെ മണ്ണ് വിതുമ്പുന്നുണ്ടാവും. ഒരു മകൻ്റെ കൈകളാൽ ഇത്രമേൽ ക്രൂരമായി ഒരുമ്മ യാത്രയാകേണ്ടി വരുന്നത്, അതിന് സാക്ഷിയാകേണ്ടി വരുന്നത്, ആ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി വരുന്നത്, അത് കാണേണ്ടി വരുന്നതിനോളം മറ്റ് പരീക്ഷണങ്ങൾ, നഷ്ടങ്ങൾ വേറൊന്നുമില്ല എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. എത്ര സ്നേഹത്തോടെ വളർത്തിയതാവും അവൻ. ഗർഭത്തിൽ അവൻ ജനിക്കുമ്പോൾ സ്വന്തം ഘാതകനെയാണ് വളർത്തുന്നതെന്ന് ആ ഉമ്മ ഒരു നിമിഷം പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അവൻ്റെ കൈകൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഒരിക്കൽ പോലും ഓർത്തിട്ടുമുണ്ടാവില്ല. പക്ഷേ ഇന്ന് ലാഭത്തിനു വേണ്ടി വിൽക്കുന്ന, എല്ലാവരും നിസ്സഹായതയോടെ കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്ന, ജാതിയെക്കാളും മതത്തെക്കാളും എല്ലാത്തിനേക്കാളും വലിയ ഭ്രാന്തമായ വേഗതയിൽ നിശബ്ദമായി പടർന്നുകൊണ്ടിരിക്കുന്ന ഇത് വീടുകളിലും നാടുകളിലുമൊക്കെ വിതച്ചത് കൊയ്യുന്നത് പോലെ കൊയ്ത്തുത്സവം ആരംഭിച്ചിരിക്കുന്നു. മക്കളെ വിശ്വസിച്ച് ഒരു ഉമ്മയ്ക്ക് വീട്ടിൽ നിൽക്കാൻ കഴിയില്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു വേദന, ഒരു പരീക്ഷണം എന്താണ് മാനവികതയ്ക്കുള്ളത്? അതിൻ്റെ പിന്നിലെ മറ്റു പലതുമൊക്കെ തേടി സ്പർദ്ധയും വൈരാഗ്യവുമൊക്കെയായി നമ്മൾ കഴിഞ്ഞുകൂടുമ്പോൾ ഇനി വരുന്ന ആളുകൾ ഈ
ദുരന്തങ്ങളുടെ മഹാദുരന്ത ഭൂമിയായി ഈ നാട് മാറുമെന്നാണ് എന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന ദുഃഖം. പ്രാർത്ഥിക്കുന്നു എല്ലാ ഉമ്മമാർക്കുമായി, പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കൾ സ്നേഹിക്കുന്ന ഉമ്മമാർക്കായി. ജീവിതത്തിൽ അവർ നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാൾ വലിയ നഷ്ടം വേറൊന്നുമില്ല. അതിനുശേഷം എന്ത് ചടങ്ങുകൾ കൊണ്ട് പൊലിപ്പിക്കാൻ ശ്രമിച്ചാലും അവരുടെ പല്ലില്ലാത്ത മോണ കാട്ടിച്ചിരിക്കുന്ന നിമിഷങ്ങളിൽ, ഓർമ്മ പോയ നിമിഷങ്ങളിൽ, അവരെ ചേർത്ത് പിടിച്ചിരിക്കുന്ന നിമിഷങ്ങളെക്കാൾ ധന്യമായൊരു നിമിഷം നമുക്കില്ല. കരയണം ഹൃദയം പൊട്ടുന്നത് പോലെ. ഞാൻ പറഞ്ഞില്ലേ, ആ ഖബർസ്ഥാനിലെ മണ്ണ്, ഈ നിമിഷത്തിൻ്റെ മണ്ണും വിണ്ണുമൊക്കെ ഇതോർത്ത് വിലപിക്കുന്നുണ്ടാവും, കരയുന്നുണ്ടാവും. ഒരു ഉമ്മയുടെ ഹൃദയം അത്രമേൽ പവിത്രമാണ്. ഒരു പ്രവാചകൻ്റെ അനുയായി മരണസമയത്ത് മരിക്കാൻ ശ്രമിക്കുമ്പോൾ അവസാനമായി ചൊല്ലേണ്ട ആ ദിവ്യമന്ത്രവചനങ്ങൾ ഉരുവിടാനാകാതെ വിഷമിക്കുമ്പോൾ പ്രവാചകൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവൻ്റെ ഉമ്മയോട് എന്തെങ്കിലും അവൻ പൊരുത്തം അല്ലെങ്കിൽ അവരുടെ തൃപ്തി കരസ്ഥമാക്കാതിരുന്നിട്ടുണ്ടോ? ഉണ്ടെന്ന് മറുപടി ലഭിച്ചപ്പോൾ അത് പെട്ടെന്ന് സാധ്യമാക്കാനാണ് പ്രവാചകൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ അവനിത് ഉരുവിടാനാവില്ല. എത്ര നന്മ ചെയ്താലും, എത്ര പ്രാർത്ഥിച്ചാലും, എത്ര എന്തെല്ലാം നേടിയെന്ന് അവകാശപ്പെട്ടാലും അവരെക്കാൾ നമ്മുടെ മേൽ ജീവിച്ചിരിക്കുന്ന മറ്റൊരു മനുഷ്യർക്കും അവകാശമില്ലെന്ന ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. ഒടുവിൽ ആ ഉമ്മയെ അടുത്തെത്തിയപ്പോൾ അവരാദ്യം പുറത്തു കൊടുക്കാൻ തയ്യാറായില്ല. അത്രമേൽ ഹൃദയം വേദനിപ്പിച്ച സംഭവമായിരുന്നു. പ്രവാചകൻ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരോട് കുറച്ച് വിറകുകള്ളികൾ കൊണ്ടുവന്നിട്ട് അതിൽ ഈ മനുഷ്യനെ കിടത്താൻ പറഞ്ഞു. എന്നിട്ട് തീ വെക്കാൻ ഒരുങ്ങുകയാണെന്ന് ആ മാതാവിനെ അറിയിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അത്രമേൽ പൊറുക്കാനാവാത്ത തെറ്റുപോലും പുറത്തു കൊടുത്ത ആ നിമിഷം, ആ മന്ത്രങ്ങൾ ഉരുവിട്ട് യാത്രയായ ആ പ്രവാചകൻ്റെ വാചകങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഉമ്മയാണെല്ലാം. ആ കാൽപാദത്തിനടിയിലാണ് സ്വർഗം. ആ കാൽപാദം ചേർത്ത് മുത്തുന്നതിനേക്കാൾ വേറൊരു ദിവ്യൻ്റെയും കൈകൾ മുത്തുന്നതിൽ ഒരു പുണ്യവുമില്ല. പ്രാർത്ഥിക്കണം എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടിയും ആ മരണപ്പെട്ട ഉമ്മയ്ക്ക് വേണ്ടിയും വേദനിക്കുന്ന എല്ലാ അമ്മമാർക്ക് വേണ്ടിയും.